നിളാനദി ഭാരതപ്പുഴയായി പഴയ വേദകാലത്തിലൂടെ ഒഴുകുകയാണ്. മാഘമഹോത്സവം നിലയുടെ ചരിത്രത്തെയും ഇന്നിനെയും നാളെയും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മഹോത്സവത്തിന് നേതൃത്വം നൽകുന്ന സ്വാമി അനന്തവനം ഭാരതിയാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. ഓരോ ജന്മത്തിനും ഓരോ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടാവുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങയുടെ ഈ ഒരു വലിയ ലക്ഷ്യം അത് ആദ്യമൊക്കെ എല്ലാവരും സംശയത്തോടെ നോക്കിയിരുന്ന ഒരു കാര്യം, പക്ഷേ ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു മഹാപ്രവാഹമായിട്ട് ഭാരതപ്പുഴ ഒഴുകുന്നത് പോലെ ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. എങ്ങനെ കാണുന്നു ഇതിനെ? ഇത് ധർമ്മത്തിൻ്റെ ഒരു വലിയ ശക്തിയുടെ ഒരു പ്രകടീകരണമായിട്ട് കാണുന്നു. ഒരുപാട് കാലമായി മണ്ണിൽ ഉറങ്ങിക്കിടന്നിരുന്ന, അതായത് ഉണരാനായിട്ടുള്ള ഒരു തട്ടിവിളി കാത്തു കിടന്നിരുന്ന ആ ഒരു വലിയ ധർമ്മത്തിൻ്റെ ശക്തി ഉണർന്നെണീക്കുന്നതായി കാണുന്നു. മഴ പെയ്യുമ്പോൾ മണ്ണിനടിയിലെ വിത്ത് മുളയ്ക്കുന്നത് പോലെ. അതെ 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 അതെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നത് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. മുമ്പ് തിരുനാവായ വേദകാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ തിരിച്ചു പോകുന്നത് പോലെയാണ്. ഇതിൻ്റെ ഒരു പ്രസക്തി വർത്തമാന കാലത്ത് എങ്ങനെയാണ് അടയാളപ്പെടുത്തുക? രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ ഭാരതപ്പുഴയുടെ നദീതടമാണ് കേരളീയമായിട്ടുള്ള എല്ലാ സംസ്കൃതിയുടെയും മീറ്റിൽ. അത് ശാസ്ത്രമായിക്കൊള്ളട്ടെ, മറ്റ് ജ്ഞാന പദ്ധതികളായിക്കോട്ടെ, അനുഷ്ഠാനമായിക്കോട്ടെ, ശാസ്ത്രീയ കലാരൂപങ്ങളായിക്കോട്ടെ, എല്ലാം അത് ദേശീയമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ. കാരണം ഒരു സ്ഥലത്ത് വൈദിക സംസ്കൃതി ഉണ്ടാകുമ്പോൾ, യാഗഭൂമി ഉണ്ടാകുമ്പോൾ, മറുഭാഗത്ത് മലബാരത്തിൻ്റെ വലിയ ശക്തിയുണ്ട്. മലബാരത്തിൻ്റെ വിളിച്ചൊല്ലുകളിൽ മാഘക്കുളി കഴിഞ്ഞു വന്ന ദേവതമാരാണ് ഈ നാട്ടിൽ മുഴുവൻ കുടിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അതിനെല്ലാം ഊർജം പകർന്നിരുന്ന മാഘം നിലച്ചതോടെ ആ സംസ്കൃതിയൊക്കെ നാമാവശേഷമാവുകയോ വേരറ്റു പോവുകയോ ചെയ്തു. അപ്പം അതിൻ്റെയൊക്കെ ഒരു പുനരുജ്ജീവനമാണ് ഇതിലൂടെ സാധ്യമാകുന്നു എന്ന് തോന്നുന്നു. രണ്ടാമത്, അധർമ്മം ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ധർമ്മത്തെ രക്ഷിക്കണമെന്ന് നമ്മൾ കരുതുന്ന അധികാരികൾ പോലും ധർമ്മം നശിക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു കാലത്താണ് ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ മാഘത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അധികാരത്തെ ധാർമ്മികമായിട്ട് മാർഗനിർദ്ദേശങ്ങളിലൂടെ നിയന്ത്രിച്ചിരുന്നൊരു സ്ഥലം കൂടിയാണ് മാഘവും കുംഭവും ഒക്കെ. അപ്പോൾ അങ്ങനെ സാമാജികമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ധാർമ്മികമായിട്ടുള്ള മാർഗദർശനങ്ങൾ ഭാവിയിലുള്ള മാഘകാലങ്ങളിൽ ഇവിടുത്തെ വിദ്വാന്മാരിൽ നിന്നും ധാർമ്മികാചാര്യന്മാരിൽ നിന്നുണ്ടാകും. മൂന്നാമത്, അത് സംസ്കൃതിയുടെ ഒരിത്, അനുഷ്ഠാനങ്ങളുടെ ഒരിത്, ഇത്തരത്തിലുള്ളൊരു കാര്യം. രണ്ടാമത്, വിദ്വതയുടെ ഒരു വലിയ കേന്ദ്രമായിരുന്നു. പഴയ കാലത്ത് പ്രാമാണികമായ പല ഗ്രന്ഥങ്ങളും അംഗീകരിക്കപ്പെട്ടിരുന്നത് മാഘത്തിൻ്റെ വിദ്വത്സദസ്സിലാണ്. അപ്പോൾ അങ്ങനെ ഈ നാട് തുടർന്ന് വന്നിരിക്കുന്ന ജ്ഞാനപന്ഥാവിനെ മുന്നോട്ട് കൊണ്ടുപോവുക, അതിൻ്റെ സംസ്കൃതിയുമായി ചേർത്ത് വെച്ചുകൊണ്ട്, പലപ്പോഴും ഇപ്പോഴത്തെ ഒരു അക്കാഡമിക്സ് എന്ന് പറയുന്ന ഭാഷയിൽ അത് നമ്മളൊരു പാശ്ചാത്യമായിട്ടുള്ള ജ്ഞാനാന്വേഷണത്തിൻ്റെ ഒരു മിമിക്രി പോലെയായിട്ട് പലപ്പോഴും ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു PhD തീസീസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മുഴുവൻ കാണുക, നമ്മൾ മലയാളം PhD തീസീസാണെങ്കിലും ഈ പാശ്ചാത്യ തിയറികളുടെ അതിപ്രസരമാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു തെയ്യത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും കാർണിവൽ സ്ക്യൂ എന്നൊക്കെ പറയുന്ന തിയറികളുണ്ട്. അത്തരം തിയറികളൊക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ ആളുകൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെയല്ലാതെ ഇവിടെ ഭാരതീയമായിട്ടുള്ള ജ്ഞാനാന്വേഷണത്തിൻ്റെ തുടർച്ചയായിട്ട് പുതിയ ജ്ഞാനാന്വേഷണങ്ങളെ സമീപിക്കുന്ന ഒരു ഇതുകൂടി മാഘത്തിനെ തുടർന്നു. സാധാരണ ക്ഷേത്രങ്ങളനുബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള മഹാസമ്മേളനങ്ങളെയൊക്കെ പലരും വിശേഷിപ്പിക്കുന്നത് മനുസ്മൃതിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് വർണ്ണവൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ മാത്രമായിട്ടുള്ള ആഘോഷങ്ങൾ എന്ന തരത്തിലാണ്. പക്ഷേ ഇവിടെ വർണ്ണവൈവിധ്യമാണ് ഇവിടുത്തെ ഓരോ ചടങ്ങുകളും കാണാൻ കഴിയുന്നത്. എല്ലാവരും ഒരേപോലെ ഇതിൽ ഭാഗവാക്കാവുന്നു, ഇതിൻ്റെ ഓരോ ചടങ്ങുകളും പങ്കെടുക്കുന്നുള്ളത്. അത് വലിയൊരു സന്ദേശമല്ലേ നൽകുന്നത്? അങ്ങേക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായും അങ്ങനെ ഒരു എല്ലാവരും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് തന്നെ ഒരു സമഗ്രതയാണല്ലോ. അതായത് തിരുവനന്തപുരത്ത് കാണി വിഭാഗം തൊട്ട് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തെ മലയരായിട്ടുള്ള വിഭാഗങ്ങൾ വരെ ഒരേപോലെ കേരളത്തിൻ്റെ മുഴുവൻ ആചാര്യ പരമ്പരയും ഒന്നു ചേർന്ന് നയിക്കുന്ന മാഘമാണ്, മാഘത്തിൻ്റെ അനുഷ്ഠാന പദ്ധതിയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പുറത്ത് സന്യാസിമാരാണെങ്കിലും എല്ലാ സന്യാസി പരമ്പരയിൽ നിന്നുള്ള ആചാര്യന്മാർ ഇവിടെ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ സത്സംഗം ചെയ്യുന്നു, മാർഗദർശകം നൽകുന്നു. ഇതിൽ ആദ്യഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ ഏറ്റവും ആശങ്ക, അങ്ങയുടെ വാക്കുകളുണ്ടായിരുന്നത് അധികാരികളുടെ ഒരു പിന്തുണ വല്ലാതെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവസാനമാകുമ്പോൾ എന്ത് തോന്നുന്നു, അവരൊക്കെ വേണ്ട പോലെ പിന്തുണയ്ക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇന്നും
ഒരു ഇന്നും നിലനിൽക്കുന്ന ഒരു സ്റ്റോപ്പ് മെമ്മോയിലാണ് മാഘം നടന്നുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായി, അതായത് ഇത്തരത്തിലുള്ള ചില സൗകര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള സംവിധാനങ്ങളോ അനുമതിയോ, ഇപ്പം മാഘം നടത്തുന്നതിന് അനുമതിയുടെ ഒന്നും ആവശ്യമില്ല, അത് ധർമ്മത്തിൻ്റെ കാര്യമാണ്. പക്ഷേ അതിന് വരുന്ന ക്രൗഡിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു അനുമതിയോ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് മാഘം നടക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം മുഴുവൻ സംഘാടകർക്ക് ആവട്ടെ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയല്ല. കാരണം മാഘം നിശ്ചയിക്കുന്നതിന് മുമ്പേ നമ്മൾ ജില്ലാ കളക്ടർക്ക്, ജില്ലാ ഭരണകൂടത്തിന് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കത്ത് കൊടുത്തിട്ടുണ്ട്. സാമാന്യമായിട്ട് അങ്ങനെ ഒരു കത്ത് കൊടുത്താൽ ഉത്തരവാദിത്തമുള്ളൊരു ഭരണകൂടത്തിൻ്റെ ധർമ്മം അത് ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതിൽ സംഘാടക സമിതിയുമായി ചേർന്നുകൊണ്ട് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക, അവരെ കൊണ്ട് അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കിപ്പിക്കുക, അതിന് വേണ്ട നിയന്ത്രണങ്ങൾ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുക, അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമിക്കുക. ഇതൊക്കെ ഈ ഒരു അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയതൊരാഴ്ചയ്ക്കുള്ളിൽ, ചുരുങ്ങിയതല്ല, അങ്ങേയറ്റം ഒരാഴ്ചയ്ക്കുള്ളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഓരോ ഉദ്യോഗസ്ഥന്മാരെ വെച്ച്, പിന്നെ ആ ഉദ്യോഗസ്ഥന്മാരാണ് ഹെൽത്തിൽ ഉദ്യോഗസ്ഥനാണ് ഹെൽത്തിൽ എന്ത് ചെയ്യണം, പോലീസ് ഉദ്യോഗസ്ഥനാണ് പോലീസിൽ എന്ത് ചെയ്യണം എന്നൊക്കെ നിശ്ചയിക്കേണ്ടത്. ഇത് കോഴി അടയിരിക്കുന്നത് പോലെ ജില്ലാ കളക്ടർ അതിൻ്റെ മീതെ അടയിരിക്കുകയും മാഘം തുടങ്ങുന്നതിന് 4 ദിവസം മുമ്പ് വന്നിട്ടൊരു സ്റ്റോപ്പ് മെമ്മോ തരിക ചെയ്തു. ഇവിടെ എന്ത് അപകടങ്ങളോ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദി ജില്ലാ ഭരണകൂടമാണ്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ആരും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആരും ബന്ധപ്പെട്ടിരുന്നില്ല. അറിയിച്ചിരുന്നു അങ്ങനെ ഒരു അല്ല, നമ്മൾ ദേവസ്വം മന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു. അല്ല, അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരു മിനിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നല്ല ഷെഡ്യൂളായിരിക്കും. സ്വാഭാവികമായിട്ടും ഇന്നൊക്കെ ഒരു മിനിസ്റ്റർ പങ്കെടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിനിസ്റ്ററുടെ ഒരു സമയം കൂടി നോക്കിയിട്ട് നമ്മൾ ഷെഡ്യൂൾ നിശ്ചയിക്കണം. പക്ഷെ മാഘം കാലത്തിൻ്റെ ഷെഡ്യൂളായതുകൊണ്ട് നമുക്കത് മാറ്റാൻ പറ്റില്ല. പെട്ടെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അദ്ദേഹത്തിനത് ഇപ്പം പറ്റുന്നൊരു സമയത്ത് എത്താമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിനത് സ്വാഭാവികമായിട്ടുള്ള ഷെഡ്യൂളുകളിൽ പറ്റണം എന്നില്ല. അതിന് വരാണ്ടിരിക്കണം എന്നുള്ളതല്ല, സ്വാഭാവികമായിട്ടുള്ള ഷെഡ്യൂളിലും പറ്റണം എന്നില്ല. അതിനെ നമ്മൾ അങ്ങനെ ഒരു വരണ്ട എന്ന് തീരുമാനിച്ച് വരാതിരിക്കുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഒപ്പം തന്നെ ഏറ്റവും അവസാനമായിട്ട് ചോദ്യം, 2028 മഹാകുംഭമേള ഇതേപോലെ ഇതിനേക്കാൾ ഗംഭീരമായി നടക്കുമെന്നാണ് അങ്ങ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഈ മഖമഹ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള പ്രതീക്ഷകളൊക്കെ? അതായത് 2028 12 വർഷം കൂടുമ്പോഴുള്ള, ഇപ്പോൾ പ്രയാഗ്രാജിൽ എല്ലാ വർഷവും പ്രയാഗ്രാജും തിരുനാവായിയുമാണ് ഭാരതത്തിൽ സമ്പൂർണ്ണമായും മാഘം ആചരിക്കുന്ന 2 സ്ഥലം. ഇപ്പോൾ അവിടെ ഇപ്പോൾ 10 കോടിയോളം ആളുകൾ മാഘസ്നാനം ചെയ്ത് കഴിഞ്ഞു. 25 ലക്ഷത്തോളം ആളുകൾ കൽപ്പവാസം ചെയ്ത് സ്ഥിരമായി അവിടെ താമസിക്കുന്നുണ്ട്. തിരുനാവായിയിൽ അത് ദൗർഭാഗ്യവശാൽ 271 കൊല്ലങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ നിർത്തലാക്കി. അപ്പോൾ അതിൻ്റെ ഒരു പുനരുജ്ജീവനമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ 12 വർഷം കൂടുമ്പോൾ പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുന്നത് പോലെ ഇവിടുത്തെ സമയം വ്യാഴം ചിങ്ങരാശിയിൽ വരുന്ന സമയമാണ്. ആ ചിങ്ങരാശിയിൽ വരുന്ന സമയം എന്ന് പറയുന്നത് ഉജ്ജയിൻ സിംഹസ്ഥയുടെ സമയമാണ്. ആ ഉജ്ജയിൻ സിംഹസ്ഥയുടെ സമയത്ത് മാഘത്തിൽ 2028 മാഘത്തിലാണ് ഇവിടെ 12 വർഷം കൂടുമ്പോൾ ഏറ്റവും വിശേഷമായിട്ടുള്ള സിംഹസ്ഥ നടക്കുന്നത്. അപ്പോൾ ആ സിംഹസ്ഥ ഭാരതത്തിലെ മുഴുവൻ പരമ്പരകളുടെയും, ഇന്നിപ്പോൾ കേരളത്തിലെ മുഴുവൻ പരമ്പരകളുടെയും സാന്നിധ്യമാണ് ഉണ്ടെന്ന് പറയുന്നത്. ഭാരതത്തിലെ മുഴുവൻ പരമ്പരകളുടെയും സാന്നിധ്യമുള്ള ഒന്നായി ആ മാഘം പൂർണ്ണമായിട്ട്, ഇപ്പോൾ മാഘത്തിൻ്റെ ഒരു പക്ഷമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മൗനി അമാവാസി തൊട്ട് മാഘപൗർണിമ വരെയുള്ളത്. ശരിക്കും പൗഷ പൗർണമി തൊട്ട് ശിവരാത്രി വരെയുള്ള 45 ദിവസമാണ് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഒരു സമയം. അപ്പോൾ ആ പൂർണ്ണമായിട്ടുള്ളൊരു സമയത്ത് വിശേഷമായി തന്നെ സിംഹസ്ഥ നടക്കും. ഒറ്റ കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. മലപ്പുറത്തിൻ്റെ മനസ്സ് മതേതരമാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണല്ലോ കാണുന്നത്. ഇവിടെ എത്തുമ്പോൾ അങ്ങേക്ക് അക്കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് ഈ പ്രദേശവാസികളുടെ സഹകരണത്തെയും എല്ലാം തന്നെ വിലയിരുത്തുന്നത്? നമ്മളതിൽ ജനറലി ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ അഡ്രസ്സ് പറയുമ്പോൾ മലപ്പുറം എന്ന് വയ്ക്കണം, അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് വയ്ക്കണം, പാലക്കാട് നിന്ന് വയ്ക്കണം എന്നൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള അതിരുകളെ കാണുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഭാരതഭൂമിയാണ്. സംസ്കൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളീയ ഭൂമിയാണ്. അപ്പോൾ അത് ധർമ്മത്തിൻ്റെ ഭൂമിയാണെന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. നമുക്ക് മതേതരത്വമോ മതം പോലും നമുക്കില്ല. ഇത് ധർമ്മത്തിൻ്റെ ഭൂമിയാണ്. ധാർമ്മികമായ കാര്യങ്ങൾ ഭംഗിയായി നടക്കുമെന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. എന്നാണെങ്കിലും പ്രതീക്ഷിച്ചതിലും ഗംഭീരമായിട്ട് തന്നെ ഇതുവരെ
ഈ ഒരു മാഘമഹോത്സവം നടത്താൻ കഴിഞ്ഞു. ഇനി ഇതിലും വലിയ ഉത്തരവാദിത്തങ്ങളാണ് 2028 കാത്തിരിക്കുന്നത്. അതും ഇതിനേക്കാൾ നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ കഴിയുന്നൊരു പ്രതീക്ഷ കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.